ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഒരു കിഡിലനായിട്ടുള്ള ഒരു ചോക്ലേറ്റ് മിൽക്ക് ഷേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. മിൽക്ക് ഷേക്കൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഇത് മിസ് ചെയ്യാണ്ട് ട്രൈ ചെയ്യണം കേട്ടോ. കാരണം സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോയിൽ കിടക്കണേക്കാളും മുന്നായിട്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിലും ഓൾ എന്നുള്ള ഓപ്ഷനിലും കൂടിയിട്ട് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു ബ്ലെൻഡർ ജാർ എടുക്കുക. നിങ്ങളുടെ നോർമൽ ആയിട്ടുള്ള മിക്സി ജാർ, വലിയ മിക്സി ജാർ ഉണ്ടല്ലോ, അതെടുത്താലും മതി. ഇതിലേക്ക് ഫസ്റ്റ് തന്നെ ആഡ് ചെയ്യണത് ഒരു വലിയ ആപ്പിൾ കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 3/4 കപ്പ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു വലിയ ആപ്പിളാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചെറിയ ആപ്പിളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പോൾ ചെറിയ ആപ്പിളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 എണ്ണം എടുക്കണം കേട്ടോ. നമ്മളിതിലേക്ക് ആപ്പിൾ ചേർക്കുന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ, ആപ്പിളിൻ്റെ ടേസ്റ്റ് ഒരിക്കലും മുന്നിട്ട് നിൽക്കില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആപ്പിൾ ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്കത് കഴിക്കുമ്പോൾ ആപ്പിളിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ എന്നാൽ മൊത്തത്തിൽ ഷേക്ക് നല്ല ടേസ്റ്റിയാണ് താനും. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ഫ്രോസൺ മിൽക്കാണ്. അപ്പോൾ ഇത് 500 ml പാലാണ് ഞാൻ എടുത്തേക്കണത്, അതായത് 1/2 ലിറ്റർ. ഇപ്പം നമ്മൾ പാല് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഫ്രീസറിൽ വെച്ച് ഐസ് ആക്കിയതിന് ശേഷം, ഞാനത് വലിയ പീസ് ഐസായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചപ്പാത്തിയുടെ കോലുണ്ടല്ലോ, അത് വെച്ചിട്ട് ഈ ഐസ് നല്ലോണം ഒന്ന് പൊട്ടിച്ചിട്ട്, അതുകൊണ്ടാണ് പൊട്ടിച്ചെടുത്തേക്കുന്നത് കൊണ്ടാണ് ഇതിന് പല ഷേപ്പിൽ പല വലുതും ചെറിയ പീസൊക്കെ ആയിട്ട് ഇരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ പാസ്ചറൈസ്ഡ് ആയിട്ടുള്ള പാല്, പാക്കറ്റ് പാലൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ തിളപ്പിക്കുക ഒന്നും ചെയ്യണമെന്നില്ല. ആ കവറോട് കൂടി തന്നെ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ട് അങ്ങ് യൂസ് ചെയ്യാം. കാരണം അത് ഓൾറെഡി പ്രോസസ്ഡ് പാലാണ്. പിന്നെ വേണ്ടത് ഡയറി മിൽക്കാണ്. അപ്പോൾ ഇത് ഒരെണ്ണം 10 രൂപയുടെ ഡയറി മിൽക്കാണ് കേട്ടോ. അങ്ങനത്തെ 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഡയറി മിൽക്ക് നിങ്ങൾക്ക് ഈസിലി എല്ലാ കടയിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഡയറി മിൽക്കിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ന്യൂട്ടല്ലയാണ്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണുള്ള ന്യൂട്ടല്ല നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ചേർക്കണം. ഞാൻ ഏകദേശം ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കണം കേട്ടോ. ഇനി ചേർക്കാൻ പോണത് ബൂസ്റ്റാണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ബൂസ്റ്റാണ് ചേർക്കണത്. ബൂസ്റ്റോ അല്ലെങ്കിൽ ബോൺവിറ്റയോ നിങ്ങൾക്ക് ചേർക്കാം. ഇനി ഇത് രണ്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോർലിക്സ് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നിങ്ങൾ പാലെടുക്കുമ്പോൾ അത്യാവശ്യം കട്ടിയുള്ള പാല്, അധികം വെള്ളം ചേർക്കാത്ത പാലെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. വെള്ളം ചേർത്താണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഷേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇത്തിരി കട്ടിയുള്ള പാലാണ് നല്ലത്. വല്ലാണ്ടങ്ങ് ഭയങ്കര സ്മൂത്താക്കിയിട്ട് അടിച്ചെടുക്കരുത്. ചെറിയൊരു തരി നിൽക്കുന്ന രീതിയിൽ വേണം അടിച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്, നോക്കിയേ കണ്ടോ. ഇത്രയും കട്ടിയിൽ നല്ല തരി ആയിട്ടാണ് ഇരിക്കുന്നത്. ആ ബ്ലെൻഡർ ജാർ തുറക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു സ്മെല്ല് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു ഗ്ലാസ് ജാറിലോട്ട് മാറ്റാം. അപ്പോൾ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ചോക്ലേറ്റ് പീസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളി മിൽക്ക് ഷേക്കാണ്. നമ്മൾ കഫറ്റീരിയയിൽ നിന്നൊക്കെ കുടിക്കുന്ന ആ സെയിം ടേസ്റ്റ്, അല്ലെങ്കിൽ അതിനേക്കാളും ടേസ്റ്റിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ എല്ലാവരും ഉണ്ടാക്കി കൊടുക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അത് മാത്രമല്ല, ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിലും ഓൾ എന്നുള്ള ഓപ്ഷനിലും കൂടിയിട്ട് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.